ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. അത് നമ്മുടെ മണീനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട് 10 വർഷം തികയാണ്. ഇന്നും നിലച്ചിട്ടില്ല ആ മണിനാഥം. അദ്ദേഹത്തിന് നമ്മുടെ ഗാനമേളയിലൂടെ മറ്റു റീലിലൂടെ ഇന്നും ഓർക്കുന്നു. മലയാളികൾ ഒരിക്കലും മറക്കാനാവാത്തൊരു മുഖം തന്നെയാണിത്. അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ഈ നിമിഷം ഓർക്കുന്നു. അങ്ങനെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് വന്നു. ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമ, അതായത് ദുരന്തർ 1ൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 7-ാം തീയതി, അതായത് ഇന്നേ ദിവസം ശനിയാഴ്ച രാവിലെ 11:01 വരുന്നതായിരിക്കും. കൽക്കി 2 എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ചെറിയ റൂമറാണ്. നമ്മുടെ ദുൽഖറിന് ശേഷം മലയാളത്തിൽ നിന്ന് മറ്റ് 2 പ്രമുഖ നടന്മാർ, അതായത് ഒന്നെങ്കിൽ ദുൽഖർ അല്ലെങ്കിൽ ടൊവിനോ വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ശോഭനയുണ്ട്, അതായത് മെയിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ മലയാളികളിൽ നിന്ന് ടൊവിനോ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന റൂമർ കേൾക്കുന്നുണ്ട്. റൂമർ മാത്രമാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയ്ക്ക് അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു വിലക്ക് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ആൻഡോ ജോസഫ് സിനിമയുടെ ഈ ഫസ്റ്റ് വീക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ ഷെയറും സെക്കൻഡ് വീക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ മലയാള സിനിമയിലുള്ളത്. ഈ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് ഫസ്റ്റ് കുറച്ച് 2 ആഴ്ച കൂടുതൽ ഷെയർ വേണമെന്നാണ്. കാരണം സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 140 കോടിയാണ്. സോ അത് മറികടക്കണമെങ്കിൽ, അതായത് നമ്മുടെ മലയാളം പോലെ ഒരു സാധാരണ ഇൻഡസ്ട്രിയിൽ ഇത്രയും ബഡ്ജറ്റ് തിരിച്ചു പിടിക്കാനുള്ളത് കുറച്ച് പണിയാണ്. കാരണം മലയാളികൾക്ക് പൊതുവേ ഇത് മലയാളം റിലീസ് മറ്റ് റീൽസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വൈഡ് ഒന്നെങ്കിൽ സിനിമയ്ക്ക് ഇപ്പോഴും വരെ ഹൈപ്പില്ല. അത് മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണെങ്കിൽ പോലും ആ ഒരു ഹൈപ്പൊന്നും വരുന്നില്ല. സോ അതൊരു കാരണം തന്നെയാണ്. സോ അദ്ദേഹത്തിന് ഇങ്ങനൊരു ഇത് വെച്ചാലാണ് അത്രയും കളക്ഷനെങ്കിൽ തിരിച്ചു കിട്ടുള്ളൂ. സോ അങ്ങനെ അവർ അത് അംഗീകരിക്കാത്തതുകൊണ്ട് ചെറിയൊരു വിലക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും മാറുമെന്ന് നമുക്ക് എന്തായാലും അറിയാം. മേ ബി ഇത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആവാം. എന്തായാലും എന്ത് തന്നെ ആവട്ടെ, എന്തായാലും അന്നത്തെ ഡേറ്റിൽ തന്നെയാണ് വരാൻ ചാൻസ് കൂടുതൽ. നമ്മുടെ സൂര്യ, അതായത് സൂര്യ 46 എന്ന സിനിമ, അതായത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയുടെ ടീസർ വരുന്നതായിരിക്കും. ഏകദേശം 1 മിനിറ്റ് 44 സെക്കൻഡാണ് ടീസറിൻ്റെ ഡ്യൂറേഷൻ. ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും ടീസർ. ദളപതി വിജയുടെ ഏറ്റവും മോശ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. നമ്മുടെ ജനനായകൻ അങ്ങനെ വീണ്ടും റീവിസിറ്റിംഗ് കമ്മിറ്റി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ വരുന്ന മാർച്ച് 9-ാം തീയതി എന്ന് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും സിനിമ അങ്ങനെ എത്താൻ പോവുകയാണ്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ, സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.